ഞാനും അനില ചേച്ചിയും ഒരു 11 മണിയായപ്പോഴാണ് നമ്മളിത് ഓണസദ്യ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടന്നത്. ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. രണ്ടുപേർക്കും ആക്ച്വലി വയ്യ. അനില, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യത്തെ ആവേശമൊന്നും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് പകുതി മുക്കാൽ ഭാഗം കറികൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡിഷസ് ഒരു 3:30-4 മണിയായപ്പോഴത്തേക്കും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. എഗെയിൻ ഒരു 7 കൂട്ടം കറികൾ ഉണ്ടാക്കാനുണ്ട്, പായസം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട്. അത് നന്നായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. രാവിലെ 8 മണിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ 9:30 എണീറ്റത്. അനില ചേച്ചി നേരത്തെ എണീറ്റിട്ട് ഇവിടെ പരിപ്പ് കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ പച്ചടിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക വെച്ചിട്ടുണ്ട്. ചേച്ചി എരിശ്ശേരിക്ക് തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഇത് പായസത്തിന് വേണ്ടിയിട്ടുള്ള കടലപ്പരിപ്പാണ്. അവിയൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുവാണ്. സെയിം കുറച്ച് ഐറ്റംസ് കൂടെ വരാനുണ്ട്. തോരനുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈല് സദ്യയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയധികം കറികൾ ഉണ്ടാക്കുന്നത്. അടപ്പായസം ഓൾമോസ്റ്റ് റെഡിയാണ്. ഇത് കടലപ്പരിപ്പ് പായസമാണ്. അടുത്തത് നമ്മുടെ സേമിയ പായസം. അനില ചേച്ചിയാണ് കറികളുടെ പേര് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി ഒന്ന് പഠിക്കുന്നതാ. കുക്കുംബർ പച്ചടി, ഇത് പരിപ്പ് കറി, ഇത് പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി. ഓക്കെ, തുടങ്ങിക്കാം. ചിപ്സ് പറയാനല്ലോ, പാക്കറ്റാണ്. ഇത് കാളൻ അല്ല, മോര്, പൈനാപ്പിൾ പുളിശ്ശേരി. അതൊന്നും എടുക്കാം നമുക്ക്. കാളനേത്? കാളനുണ്ടാക്കിയില്ലേ? പൈനാപ്പിൾ പുളിശ്ശേരി അതാണ് കാളൻ. അതാണ് കാളൻ. അപ്പൊ ഞാൻ പുളിശ്ശേരി അങ്ങനെ പറയാം. അതെടുക്കാവേ. ഇത് ചിപ്സ് കടയിൽ വാങ്ങിച്ചതാണ്. ഇത് പൈനാപ്പിൾ പുളിശ്ശേരി. കറികൾ ആദ്യം പറയാം. തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, കുക്കുംബർ പച്ചടി, പരിപ്പ് കറി, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, രസം, സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി, പിന്നെ പപ്പടമുണ്ട്, അച്ചാറുകളുണ്ട്, പച്ചമോരുണ്ട്, പിന്നെ ഉപ്പുണ്ട് കേട്ടോ. ഉപ്പുണ്ട്, ഉപ്പ് കറിയായിട്ട്. കടലപ്പായസം, ബോളി. പായസം പറയാം ഫസ്റ്റ്. ഇത് അടപ്രഥമൻ, സേമിയ പായസം, ബോളി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത്. നാട്ടിലായിരിക്കുമ്പോൾ കൈ കഴുകി ചെന്നിരുന്നാൽ മതി, എല്ലാം റെഡിയാണ്. സദ്യയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാണ്. ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് അനില ചേച്ചിയും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കുന്നത്. ഇൻഡിവിജ്വലി ഈ കറികളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഒറ്റ സ്ട്രെച്ചിൽ ഇത്ര സമയത്തിനുള്ളിൽ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ വീട്ടിൽ ചെയ്ത് എനിക്ക് പരിചയമില്ല, എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ 12 മണിയാകാൻ പോകുന്നു. എനിക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് വേണം ഡ്രസ്സ് മാറിയിട്ട് അപ്പം തന്നെ തിരിച്ചു വരണം. ഇതെൻ്റെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു തന്ന മൂക്കുത്തിയാണ്. ഇട്ടപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. അങ്ങനെ കുളിച്ച് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഞാൻ റെഡിയായിട്ട് നിന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് അവിടെ പോയിട്ട് ഡയറക്റ്റ് സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ഈ ഡ്രസ്സൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ചേച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ കുഞ്ഞുവാവാണ്, സെബാൻ ബേബി. പക്ഷെ എന്റെ വാടി കാണുന്ന ആളല്ല ഞാൻ പുറത്ത് കാണുന്നത്. നമ്മളെടുത്ത് എന്നെ പോലെ ആരും മുടി വെട്ടിക്കാറില്ല. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നല്ല ഡൈയൊന്നും അടിക്കാതെ ഇതൊന്നും ചെയ്യാതെ പോകും. ഇരിക്കും എന്റെ കൊച്ചമ്മ, ഇരുന്നിട്ട് എടുക്കും. അവിടെ എടുക്കും. അപ്പോൾ ഗൈസ്, ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കൂ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു.